അഭിപ്രായം പറടാ. ആ സൂപ്പർ ആന്നല്ലേ. ടേസ്റ്റ് ഉണ്ട്. ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഒരു ഫുഡ് വ്ളോഗായിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞാൻ തന്നെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയ ഒരു ഫുഡ് ഐറ്റമാണ്. പക്ഷെ അന്ന് ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പഴംപൊരി പോലെ കൈതച്ചക്ക പൊരിച്ചെടുക്കുക. അപ്പോൾ എത്ര പേര് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ചേരുവകൾ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈതച്ചക്കേൻ്റെ തോലൊക്കെ നന്നായി പോക്കി നല്ല വൃത്തിക്കെടുക്കണം. അപ്പം നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് വരാം. ഇനി നമ്മൾ കൈതച്ചക്ക നീളത്തിൽ മുറിച്ചിടാം. നമ്മൾ പഴംപൊരിക്കൊക്കെ മുറിച്ചിടുക അതുപോലെ. പക്ഷെ ഇത്ര ഇത് വീതി വേണ്ട, അത് നമുക്ക് പിന്നീട് ചെറുതാക്കാം. ഇവിടെ വയ്ക്കില്ല, പൊട്ടോട്. അപ്പൊ നമ്മൾ കൈതച്ചക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈദയും പഞ്ചസാരയും ഏലക്കായും കൂടെ സെറ്റ് ആക്കാം. അപ്പൊ നമുക്ക് ഈ പെർഫെക്റ്റ് ഈവനിങ് സ്നാക്കിന് ആവശ്യമായത് ഒരു 300 മൈദ, 1 കപ്പ് പഞ്ചസാര, ആവശ്യത്തിന് ഏലക്കായ്, അതുപോലെ തന്നെ ചെറുതാക്കി മുറിച്ചിട്ട് കൈതച്ചക്ക. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ പഞ്ചസാര ഏലക്കായും പൊടിക്കതിന് തൊട്ട് മുന്നേ കുറച്ച് ഉപ്പ് ഇട്ടാണ്. നമ്മളെ ഉപ്പാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഉപ്പ്, അല്പം ഉപ്പ് നമ്മൾ ചേർക്കാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു 7 ഏലക്കായ് എടുക്കുക. അതുപോലെ തന്നെ പഞ്ചസാരയും 1 കപ്പ്, നിങ്ങളെ വീട്ടിലെ ആൾക്കാരെ മധുരം അനുസരിച്ചിട്ടുള്ള പഞ്ചസാര എടുത്താൽ മതി. ഞാൻ ഇവിടത്തേക്ക് അനുസരിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മളൊന്ന് മിക്സിയിലിട്ട് പൊടിക്കാം. അപ്പോൾ നമ്മളെ പഞ്ചസാരയും ഏലക്കായും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല പൊടിഞ്ഞ് നല്ല രൂപത്തിലായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഏലക്കായിൻ്റെ. ഇനി ഇത് നമ്മൾ മൈദപ്പൊടിയിൽ ഇട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാവരും ചെയ്യുന്നതാണല്ലോ. നമ്മൾ എങ്ങനെയാണോ പഴംപൊരി ഉണ്ടാക്കുന്നത് അതേ കാര്യം തന്നെയാണ് നമ്മൾ ഇതിന് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇതിൽ ആഡ് ചെയ്യാം. മഞ്ഞപ്പൊടി ഇട്ടതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് പഞ്ചസാരയും ഏലക്കായും കൂടെ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ഇത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. നമ്മൾ വെള്ളം ഒഴിക്കാം. വെള്ളം ആവശ്യത്തിന് ഒഴിക്കട്ടോ. നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്തോ, എന്നെ വേണ്ടി വരും. അപ്പം ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കറക്റ്റ് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്നും വെക്കാം. അപ്പോൾ നമ്മളെ പൈനാപ്പിൾ സ്നാക്സിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതവിടെ പൈനാപ്പിൾ അതുപോലെ തന്നെ നമ്മൾ മൈദയും പഞ്ചസാരയും ഏലക്കായും മിക്സ് ചെയ്ത ഇതും. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ചീനച്ചട്ടിയിൽ എണ്ണ വെച്ച് വെക്കാം. അപ്പോൾ നമ്മളെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക.
നമ്മളെ എണ്ണ നല്ല രീതിക്ക് ചൂടായിട്ടുണ്ട്. അപ്പൊ എണ്ണ നന്നായി ചൂടാവണം കേട്ടോ, എന്നാലേ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, കാരണം ഇതൊരു പെർഫെക്റ്റ് സ്നാക്ക് ആയിരിക്കും. നല്ല വൈകുന്നേരത്തൊക്കെ നമുക്ക് നല്ല രുചിയും മണവും ഒക്കെ ആയിട്ട്. അപ്പൊ ഞാൻ ആദ്യത്തെ നമ്മളെ കൈതച്ചക്ക ഇതിലേക്ക് ഇടാൻ പോവാണ്. അപ്പൊ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിതിൽ അപ്പക്കാരൊന്നും കൂട്ടിയിട്ടില്ല, നമുക്ക് ഉള്ളതുപോലെ കിട്ടിയാൽ മതി. അപ്പൊ നമ്മളിതില് എണ്ണയിലോട്ടേക്ക് ഇടാം. അപ്പൊ നമ്മൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ടാവുന്ന തോന്നെ, ഇനി നമുക്കിത് മറിച്ചിടാം. പൈനാപ്പിൾ സ്നാക്സ് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്, മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഈ പ്ലേറ്റ് ആണ്. അപ്പോൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഇതാ എൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. അതിന് കുറച്ചും കൂടിയേ ബാക്കിയുള്ളൂ. നമ്മൾ കൈതച്ചക്ക ഒരു 10-15 മിനിറ്റോളം നമ്മൾ ഈ മൈദേൻ്റെയും ഈ മിക്സ് ആയിട്ടുള്ള ഇതിൽ ഇട്ട് വെക്കണം, എന്നാലേ ഇത് പൊരിച്ച് വരുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നേരത്തെ പറയാൻ വിട്ടുപോയതാ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈതച്ചക്ക നമ്മളിതാ ഈ മൈദയിൽ ഇതുപോലെ ഇട്ട് വെക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പൊരിക്കാനെടുക്കാം. അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്നോട് പറയുക. ഇതിന് ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ പഴത്തിന് പകരം പൈനാപ്പിൾ ഉള്ളതുകൊണ്ട് ഒരു പൈനാപ്പിൾ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം മുക്കി വെച്ചാലേ ഇത് നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, എന്നോട് അഭിപ്രായങ്ങൾ പറയുക. എന്നാൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അടുത്തൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ചേരുവകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.